അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിന് കുലുകൂല. അത് അദ്ദേഹത്തിന്റെ പ്രകൃതമാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിപൂർണ ബോധ്യം വരുന്നതോടുകൂടി അതിന്റെ മുകളിലൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സന്ദീപാനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെന്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തിയുണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിന്റെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും. സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആ മനുഷ്യനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പോലീസിലെ ഒരു RSS സംഘം എത്രത്തോളം ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട്. ഞാനിത് ചുരുക്കി വായിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ ചെയ്യാം. കാരണം നമ്മളെ പത്രസമ്മേളനം വല്ലാതെ നീളുന്നു എന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് അത്ര വിശദീകരിക്കുന്നില്ല. കാര്യങ്ങൾ അതിന്റെ ചുരുക്കം മാത്രം നിങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. ഇതിൽ മറ്റൊരു കാര്യം, അത് ആദ്യം തന്നെ പറഞ്ഞേക്കാൻ മറന്നുപോകും. ഈ കേസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഒരു ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അന്നത്തെ ഡിവൈഎസ്പി, അദ്ദേഹത്തിന്റെ പേര് രാജേഷ് എന്നാണ്. അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ ചില ഫോട്ടോസ്, ഇപ്പൊ റിട്ടയർഡാണ്. ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഒരു ഫോട്ടോ അല്ല, ഈ ചങ്ങാതിയാണ് കേസ് തിരിച്ചുവിടുന്നതിൽ ഒരു പ്രധാനി. ഒരുപാട് ബൂത്ത് ഏജന്റുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടി എന്നെ പുറച്ചിരിക്കുന്ന ഒന്ന് നോക്കൂ നിങ്ങൾ. അപ്പൊ എന്താ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്? ഈ കക്ഷി ഇതിൽ ഈ കേസ് അട്ടിമറിച്ചിലെ ഒരു പ്രധാന കക്ഷിയാണ്. അതിലേക്ക് ബാക്കി കാര്യങ്ങളിലേക്കും വരാം. നമുക്ക് ഈ പോലീസ് റിപ്പോർട്ട് ഒന്ന് നോക്കാം. ഇത് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിന്റെ കാര്യാലയം, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ്, പേട്ട, തിരുവനന്തപുരം. ഈ കൊടുക്കുന്ന റിപ്പോർട്ട് 11/5/2023 ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസ് എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ചതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ഏത് വിധേനയാണ് ആദ്യത്തെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഈ കേസ് അന്വേഷിച്ച് ഈ പ്രതികളെ കണ്ടെത്തിയ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് 1, പേട്ട, 10/5/2023 അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടുകൂടി അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാണ് ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ക്രിമിനൽ സംഘം പൂഴ്ത്തിയത്. ഇപ്പോഴും ഗവൺമെന്റ് ഇത് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ എത്തിയിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡിൽ തട്ടി നേരെ താഴേക്ക് പോവാണ്. ഇതില് മേൽസൂചന കേസിന്റെ പ്രേക്ഷിതൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, സ്വീകർത്താവ് പോലീസ് സൂപ്രണ്ട്, ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ്, പേട്ട. ചുരുക്കി വായിക്കാം. വിഷയം CB ക്രൈം 479/CBCU ട്രിവാൻഡ്രം 2019 പൂജപ്പുര പോലീസ് സ്റ്റേഷൻ, ക്രൈം നമ്പർ 1879. സൂചന PHQ ഓർഡർ നമ്പർ D13949 സോൻസോ, ഡേറ്റഡ് 26/9/2019. 2019 ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. മേൽ സൂചന പ്രകാരം 3/10 മുതൽ കേസിന്റെ അന്വേഷണം T യൂണിറ്റിൽ നടന്നു വരുന്നു. കേസിന്റെ ചുരുക്കം: ആവലാതിക്കാരൻ എന്ന് പറയുന്നത് സന്ദീപാനന്ദഗിരി. ആവലാതിക്കാരൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച പത്രദൃശ്യമാധ്യമങ്ങളിലും പൊതുവേദികളിലും പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞതിൽ വച്ചുള്ള വിരോധത്താൽ BJP, RSS സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പ്രതികൾക്ക് ആവലാതിക്കാരന്റെ ആശ്രമത്തിന് അതിക്രമിച്ചു കയറി വാഹനങ്ങൾക്കും
ആശ്രമത്തിനും തീ കത്തിച്ച് നാശനഷ്ടം വരുത്തണമെന്നും ആവലതിക്കാരന് മരണഭയം ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഗൂഢാലോചന നടത്തി പ്രതികൾ 27/10/2018 തീയതിയിൽ വെളുപ്പിന് 2:30 മണിയോടെയാണ് തിരുവല്ലയിലെ ഈ ഗ്രാമത്തിൽ വന്ന് ഇത് കത്തിച്ചു പോകുന്നത്. ഇതില് പോർട്ടിക്കോയിൽ നിർത്തിയിരുന്ന കാറുകൾ, ബൈക്കുകൾ എല്ലാം കത്തി നശിപ്പിച്ചു. അതിന് പുറമെ ആശ്രമത്തിന്റെ മുൻവശവും മുകൾ നിലയിലുള്ള ഗീതാ ക്ഷേത്രത്തിലുള്ള അമൂല്യമായ ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചും. ഇനിയാണ് ഇതിന്റെ ക്രക്സ് വരുന്നത്. ആശ്രമത്തിന്റെ മുൻവശത്തുള്ള സോപാനത്തിൽ PK ഷിബുവിന് ആദരാഞ്ജലികൾ, ഇത് സൂചന മാത്രം എന്ന് എഴുതിയ റീത്ത് വെച്ച് ആവലാതിക്കാരന് മരണഭയം ഉളവാക്കിയും വാഹനങ്ങൾക്കും ആശ്രമത്തിന് നാശമുണ്ടാക്കി 1 കോടിയുടെ നഷ്ടമുണ്ടാക്കി. ഇതിന് പ്രധാനം ഈ കേസിന്റെ തുമ്പ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ഈ PK ബിജുവിന്റെ ഈ ഈ എഴുത്ത് ഇവർ മാറ്റിന. മേൽ കേസിന്റെ ആദ്യ ദിവസം 27/10/2011 അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ സോ ഡേറ്റിൽ ഉത്തരവ് പ്രകാരം കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ VS ദിനരാജാണ് നടത്തി വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന് പിന്നെ അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നെയിം. അത് കഴിഞ്ഞിട്ട് മേൽ കേസിന്റെ അന്വേഷണത്തിൽ പ്രതികളെ പറ്റി സൂചനകൾ ഒന്നും തന്നെ 3/1/2020 ലഭിച്ചിരുന്നില്ല. 3/1/2022 കണ്ടമൺകടവിലെ RSS പ്രവർത്തകനായ പ്രകാശ് ആത്മഹത്യ ചെയ്യുകയും സംഗതിക്ക് വിളപ്പിൽശാല പോലീസ് ക്രൈം സോൻസോ നമ്പർ കേസെടുക്കുകയും ചെയ്തു. അത് അന്വേഷണം നടത്തിവരെ പ്രകാശിന്റെ മരണം മറ്റു ചില RSS പ്രവർത്തകരുടെ മർദ്ദനത്തെ തുടർന്നാണെന്ന് ആരോപിച്ച് പ്രകാശിന്റെ ജ്യേഷ്ഠൻ പ്രശാന്തൻ വിളപ്പിൽശാല പോലീസിൽ പരാതി കൊടുക്കുകയും കൊടുത്ത പരാതി അവഗണിക്കുകയാണ്. RSS പ്രവർത്തകരാണ് ഈ മരിച്ച ആത്മഹത്യ ചെയ്ത ഈ പ്രതിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ കൃത്യത്തിന് ഒപ്പമുണ്ടായിരുന്ന പ്രതികളും. അതിൽപ്പെട്ടവർ ഇദ്ദേഹത്തെ മർദ്ദിച്ചു. കാരണം ഇദ്ദേഹം പുറത്തു പറയും എന്ന് എനിക്ക് നിവൃത്തിയില്ല, ഞാനിത് പുറത്തു പറയുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും പരാതി അവഗണിച്ചുകൊണ്ട് കേസ് അസ്വാഭാവിക മരണമായി എഴുതി തള്ളുകയും ചെയ്തു. അപ്പൊ ജ്യേഷ്ഠൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം, എന്റെ മകൻ ഇങ്ങനെ ആ ആശ്രമത്തിന്റെ കേസിൽ പ്രതിയായിരുന്നു, അത് ഞാൻ പുറത്തു പറയും, അതുകൊണ്ട് പറയുമെന്ന് പറഞ്ഞതുകൊണ്ട് അവനെ ഇവരെ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ആശ്രമവുമായി ബന്ധപ്പെട്ട് കത്തിച്ചവരാണ്. എന്റെ അനിയന് കത്തിച്ചു എന്ന്, അതുകൊണ്ടാണ് അനിയൻ ഭയപ്പെട്ട് ആത്മഹത്യ ചെയ്താൽ പറഞ്ഞത്. അതല്ല.